ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അച്ചാറാണ്. അപ്പോൾ അച്ഛനാണ് ഇവിടെ ബീഫ് ചെറുതായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ഫ്രഷ് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൃത്തിയായിക്കൊണ്ട് വന്നതിന് ശേഷം അച്ചാറിനായതുകൊണ്ട് കുക്കറിനകത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മാത്രം ഇട്ട് ഒരൊറ്റ വിസിൽ മാത്രം കേൾപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ അമ്മ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ചേച്ചി കൈ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ എടുക്കുന്ന അച്ചാറിനായതുകൊണ്ട് നല്ലെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബീഫ് അങ്ങോട്ട് പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അച്ചാർ ഓർഡർ തന്നവർ എണ്ണ കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ എല്ലാ ബീഫും നമ്മൾ വറുത്ത് കോരി എടുക്കണം. ഒന്ന് നല്ല ഇത്തിരി മൊരിഞ്ഞെടുക്കണമെങ്കിൽ അച്ചാറിന് കൊള്ളാവും, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ചള്ളായി പോവും കേട്ടോ. ഇതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ടല്ലോ എന്നെനിക്കറിയാം, എന്നാലും പിന്നെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി വന്ന എണ്ണയ്ക്കകത്ത് നമ്മൾ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്യാദി സാധനങ്ങളെല്ലാം ഇട്ട് നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. നല്ല ഒരു അച്ചാറിനായതുകൊണ്ട് നല്ല ഒരു ബ്രൗൺ കളർ ആകണം, ഇല്ലെങ്കിൽ ഇരുന്ന് ചള്ളായിപ്പോവും. പിന്നെ എന്നെ കുറ്റം പറയരുത്, പറഞ്ഞേക്കാം. അതിനുശേഷം അതിനകത്ത് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിനാഗിരി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടി. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ബീഫും കൂടെ എടുത്തങ്ങ് തട്ടിക്കൊടുക്കണം. എന്നിട്ട് മിക്സ്. അപ്പോൾ അടിപൊളി അച്ചാർ റെഡി ഹോ ഗയാ.